ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ സൺ ടാൻ അല്ലെങ്കിൽ കരിവാളിപ്പ് എന്ന് പറയുന്നത്. വെയിൽ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മുഖത്താണെങ്കിലും ഒരു ലെയർ ഫോം ആവുകയും അത് നമ്മുടെ ശരീരത്തിനും മുഖത്തിനും ഒക്കെ ഒരു സ്കിന്നിനൊരു ഡൾനെസ് ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ ഒരു ഹെൽത്തി ഗ്ലോ ഉണ്ടല്ലോ, അതില്ലാണ്ടാക്കും. സോ നമുക്ക് ഒരു പരിധിവരെ ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് ഇല്ലാണ്ടാക്കാൻ സഹായിക്കും. പക്ഷെ എന്നാലും അതും ഒരു 100% സൊല്യൂഷൻ അല്ല. എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും നമ്മൾ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ സൺ ടാൻ വരും. ഒരു സർട്ടൻ എമൗണ്ട് വരെ നമുക്കത് കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈസിലി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ഫേസ് പാക്സ് ഉണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഫേസ് പാക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോവേറയും ലെമൺ ജ്യൂസും വെച്ചിട്ടാണ്. അലോവേറ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് 100% അലോവേറ നിങ്ങൾക്ക് ചേരുന്ന ഒരു അലോവേറ ജെൽ എടുക്കാം. അലോവേറയ്ക്ക് ഒരുപാട് കാമിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതും പിന്നെ നമുക്ക് പൊടിച്ച ഓട്സ്, നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഓട്സിലെ അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഓട്സ് എന്ന് പറയുന്നത് വളരെ നല്ല എക്സ്ഫോളിയേറ്ററാണ്. അപ്പോൾ ഇതും മൂന്നും നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ മുഖത്ത് സൺ ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വളരെ സഹായിക്കും. അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് കടലമാവ് കൊണ്ടുള്ളതാണ്. കടലമാവ് എഗെയിൻ നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. സോ ഞാനിവിടെ 1 സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ടൊമാറ്റോ ജ്യൂസാണ്, തക്കാളി നീര്. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അര തക്കാളി എടുത്തിട്ട് അതിൽ നിന്നുള്ള ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കുകയാണ്. അതിൽ കുരു ഒഴിവാക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുഖത്ത് പുരട്ടുമ്പോൾ അത് അത്ര എളുപ്പത്തിൽ പുരട്ടാൻ പറ്റില്ല. അതുകൊണ്ട് കുരു ഒഴിവാക്കണമെന്നാണ് നല്ലത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ വളരെ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള സംഗതിയാണ് ഈ ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത്, ടൊമാറ്റോ എന്ന് പറയുന്നത്. ഹണി അഗെയിൻ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുമ്പോൾ സൺ ടാൻ റിമൂവ് ആവും. സോ ഇതും അഗെയിൻ നല്ലൊരു ഫേസ് പാക്കാണ്. അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നതിന് ഞാൻ 1 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്, നമ്മൾ സാധാരണ പച്ചരിപ്പൊടി. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വളരെ നല്ലതാണ് സൺ ടാൻ റിമൂവ് ചെയ്യാൻ. എഗെയിൻ ഗോതമ്പ് പൊടിയിലാണെങ്കിൽ ഒരുപാട് വിറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് 1 സ്പൂണോളം കേർഡ് ആഡ് ചെയ്യുക. എഗെയിൻ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഈ അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ ആൾക്കാർ പല ഫേസ് പാക്കിനും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വളരെ ഫേമസ് ആണ് അരിപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്സ് ആണെങ്കിലും ശരി. അതായത് ഈവൻ കഞ്ഞിവെള്ളം ഇല്ലേ, അതുവരെ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് ടോണറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര നല്ല സംഗതിയാണ്. അപ്പോൾ സൺ ടാൻ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ എടുക്കുക. 1 സ്പൂണോളം കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മൾ പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടലമാവ് ഇടുന്നുണ്ട്. പിന്നെ ഒരു ലേശം പാല് എഗെയിൻ ലാക്റ്റിക് ആസിഡ് ഉള്ള കാരണം അത് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പേസ്റ്റി കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ അത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എഗെയിൻ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അടുത്ത 5ാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് സാൻഡൽവുഡ് ആണ്. അതായത് നമ്മുടെ രക്തചന്ദനമില്ലേ, വളരെ നല്ലതാണ് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട്. നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ മുഖം ഒന്ന് കാം ഡൗൺ ചെയ്യാൻ, അതായത് സ്കിന്നൊന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് റോസ് വാട്ടറും വളരെ നല്ലതാണ്. അപ്പോൾ ഇതും എഗെയിൻ നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് കളയുക. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓരോ പാക്സ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ വരും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡു ഗിവ് ദിസ് വീഡിയോ ബിഗ് തംസ് അപ്പ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.